എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ പല കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും മരിച്ചുപോയവരെ ഇടയ്ക്ക് ഒന്ന് കാണണമെന്ന് തോന്നും. എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് തോന്നി. ഞാനൊരു കവിത ആലപിക്കുകയാണ്. തിലോദകം പേര്. ഇത് ആലിനെ പറ്റിയാണ് കേട്ടോ, അല്ലാതെ ഈ ഫിഷ് ടെയിൽ പാമ്പിനെ പറ്റിയല്ല. എങ്കിലും പ്രകൃതിയോടനുബന്ധിച്ച ഒരു വൃക്ഷമാണല്ലോ ആല്. പാടട്ടെ. പ്രദക്ഷിണം വെച്ചിങ്ങും വെളുപ്പിനാ വൃക്ഷത്തെ പുഴുക്കൊടി തുമ്പുപോൽ ഇടേറിയും വാക്കുകൾ നീ മുന്നിലെത്തി ജന്മജന്മാന്തരങ്ങളായി വന്നിക്കുന്നു. പലർ നിന്നിക്കുന്നു, ചിലർ മിണ്ടാതെ ഒന്നുമേ കണ്ടു നിൽക്കുന്നു. കാലത്തിനപ്പുറത്തേക്ക് വിരിഞ്ഞ മെയ്യുമായി തിങ്ങിയും താങ്ങിയും തൂങ്ങിയും ചില്ലകൾ വാനിൻ്റെ വാനമളക്കുന്ന ശാഖകൾ നീണ്ടിടം കൈയാൽ വടിയുന്നു. നീ ചൊല്ലവർ മക്കളോ പേരക്കിടാങ്ങളോ, മണ്ണിൻ്റെ വേരിലോ വിണ്ണിൻ തളിരിലോ അപ്പുറത്തപ്സര പൂങ്കാവനത്തിലോ കണ്ടുപോ മുത്തച്ഛ നീ എൻ്റെ അച്ഛനെ ആണനാരോടൊത്ത് പാടിച്ചിരിപ്പതായി. വെള്ളവേഷം വെള്ളനൂലോടും കഷണ്ടിയും വെള്ളദീക്ഷ തൂങ്ങി നീണ്ട തോൾ സഞ്ചിയും വെള്ളിലച്ചിരിയെന്നും മുഴങ്ങും സ്വരവുമായി വിണ്ണരങ്ങിലൊന്നച്ഛൻ വിളങ്ങിയോ. യാത്ര പോയും പിതൃക്കൾ ആരോരും ഓർക്കുന്ന രൂപവും ഭാവവും മാറി മനസ്സിലൊരോർമ്മയായി ആലിലെ പോലെ നഗത്താർ വിറയ്ക്കുന്നു. തെന്നലായി പുൽകുവതെന്നെ ഇതാരെന്നച്ഛനോ, കനിയുക ഞങ്ങളനാഥർ പുൽകുക ഗാഢമായി. വീണ്ടുമാ നെഞ്ചിൽ മുഖമമർത്തട്ടെ വിങ്ങിക്കരയട്ടെ. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് മരണവും. പെട്ടെന്ന് ഓർത്തുപോയി. ആൽമരമായിരുന്നു ഇടേണ്ടത്, പക്ഷെ ആൽമരം അല്ല ഞാൻ ഇട്ടത്. പെട്ടെന്ന് എനിക്കെന്തോ അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കവിത ആലപിച്ചത്. നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടായി കാണും. നിങ്ങളും മരിച്ചുപോയ അച്ഛനെയൊക്കെ ഓർക്കാറുണ്ടാവും. ഇതെല്ലാം പ്രപഞ്ചത്തിലെ കളികളാണ്, കേളികളാണ്, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളാണ്. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഫിഷ് ടെയിൽ പാമ്പാണ് കേട്ടോ. മീനിൻ്റെ വാലിൻ്റെ ആകൃതിയുള്ള പന. നിങ്ങൾ അഭിപ്രായമിടുക, കാണുക. എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.